അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, നിറയണമേ കൃപ ചൊരിയണമേ, വരമേഴും നൽകണമേ വരമേഴും നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവിന്റെ ബലിയിൽ നമ്മളിന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കും. പ്രത്യേകിച്ച് കാലവർഷക്കെടുതിയിൽ മൂലം വിഷമിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് പരിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്ന പ്രായമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ ഒക്കെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരെല്ലാവരും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ശരീരത്തിനും മനസ്സിനൊക്കെ സന്തോഷവും ആരോഗ്യവും കൊടുക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ ജസ്റ്റിൻ പുണ്യവാളൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. കർത്താവിൻ്റെ വലിയ സുവിശേഷങ്ങളെക്കുറിച്ചും ഈശോ നടന്ന വഴികളെക്കുറിച്ചും അപകീർത്തനമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഈശോയുടെ ജീവിതം തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കുകയും അനുവർത്തിക്കുകയും ചെയ്ത വലിയ വിശുദ്ധനാണ്. ഈശോയെ പ്രതി പീഡാസഹനങ്ങൾ ഏൽക്കുകയും മരണപ്പെടുകയും രക്തസാക്ഷിയായിട്ട് മാറുകയും ചെയ്ത വലിയ ഈ വിശുദ്ധൻ്റെ തിരുനാളെന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിക്കാം. പ്രത്യേകിച്ച് സഹനങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നമ്മളെയൊക്കെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ വലയം ചെയ്യുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു തരണമേ എന്ന് നമുക്ക് വിശുദ്ധ ഈ ജസ്റ്റിൻ പുണ്യവാളൻ്റെ തിരുനാളെന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്യാം. വന്നുപോയ വീഴ്ചകളെല്ലാം ക്ഷമിക്കണമേ എന്ന് ഈശോയോട് യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരുതെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അവയാൽ തിരികെ വിസ്മയത്തോടും എല്ലാ മലാഖമാരുടെ മിശ്രോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുരിശിന്റെ ഭോഷത്വം വഴി
യേശുക്രിസ്തുവിൻ്റെ ഉത്കൃഷ്ട ജ്ഞാനം രക്തസാക്ഷി ജസ്സിനെ വിസ്മയകരമായി അങ്ങ് പഠിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്താൽ അബദ്ധ സിദ്ധാന്തങ്ങൾ വിട്ടുപേക്ഷിച്ച് വിശ്വാസസ്ഥിരത ഞങ്ങൾ ഉൾക്കൊള്ളുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. പാപത്തിൽ വീഴാതെ തന്റെ മഹത്വമേറിയ സന്നിധിയിൽ നിങ്ങളെ കളങ്കമില്ലാതെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവേൻ. ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവേൻ. അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവേൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവേൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനു മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ദൈവമേ, ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമിയെന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങേ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങേ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തിയടയുന്നു. എന്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. അല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയരണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരും വീണ്ടും ജെറൂസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാൻ ഞാൻ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ചോദിച്ചു, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു. തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു.
ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തന്റെ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ജസ്റ്റിന് ഊർജ്ജസ്വലതയോടെ കാത്തുപാലിച്ച് ദിവരഹസ്യങ്ങൾ യോഗ്യതയോടെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഞങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനൊന്ന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസന്നദ്ധനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. എന്നാൽ അങ്ങേ വിശുദ്ധ പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്ന അങ്ങേ ഭക്തിയുടെ വിസ്മയനീയമായ പ്രവൃത്തികളാണല്ലോ അവരുടെ പീഡകളിൽ പ്രകടമാകുന്നത്. ഞങ്ങളെ കർത്താവായ ക്രിസ്തുവിനെ കാരുണ്യപൂർവ്വം ഈ വിശ്വാസ പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിന് സൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. അങ്ങയിൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങേ ആരാധിച്ചുകൊണ്ട് ഒരു നവ്യഗാനം ആലപിക്കുകയും ഞങ്ങൾ മലാഹമാന്റെ സർവ്വസൈന്യങ്ങളും ഒത്തവരാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിന് അനുഗ്രഹീതൻ. കർത്താവേ, സർവ്വവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിസ്ഥനാകുന്നു. അങ്ങയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്തു എറിഞ്ഞത് പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ചെയ്തെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്കറിഞ്ഞത് പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയിൽ കർത്താവയോട് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുനിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങൾ മിത്രാന്മാരോടും വ്യതികടത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. വിയർപ്പിന് പ്രത്യാശയുടെ നില സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകലവിസ്തരോടും മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കിയ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിപ്പിക്കുന്നതിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശകൾ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലൻ അരുളിച്ചത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ശരീരനിക്ക് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന്റെ സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിന് വിരുദ്ധ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുനെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗഭോജനത്തെ പരിപോഷരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന രക്തസാക്ഷിയായ വിശ്വാസത്തിന്റെ പ്രബോധനങ്ങൾ സ്മരിച്ചുകൊണ്ട് സ്വീകരിച്ച ആലങ്ങൾ കൃതജ്ഞതാപരരായി സദാ ഞങ്ങൾക്ക് നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ പ്രശസ്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുമേ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥേ, പരിശുദ്ധ മറിയമേ, പിതാവേ, സോസ്യാനോസേ, സഹോശ്രേയസയായേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ, അലിവിൻ്റെ കരങ്ങൾ ഉള്ളൊരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ ഉടമയമ്മ, ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ, അനുഗ്രഹദായിനി മേരിയമ്മ. അലിവിൻ്റെ കരങ്ങൾ ഉള്ളൊരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ ഉടമയമ്മ, ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ, അനുഗ്രഹദായിനി മേരിയമ്മ. പ്രഭാതതാരമേ, ദാവീദിന്റെ കോട്ടേ, രോഗികൾക്കാരോഗ്യമേ പ്രാർത്ഥിക്കണമേ. പ്രഭാതതാരമേ, ദാവീദിന്റെ കോട്ടേ, രോഗികൾക്കാരോഗ്യമേ പ്രാർത്ഥിക്കണമേ.